Roxana. Roxana? Anya. Anna? Nice to meet you. Nice to meet you. And yours? Really Faiz. Faiz. Yeah. Nice setup. You too. What is this? What you written? That's some kind joke that if we... ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലത്താണ്. ഇന്നലത്തെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത് കണ്ടോ, ഇവിടെ കുറേ മരങ്ങൾ മുറിച്ചിട്ടത്. ഇതൊക്കെ ഫുള്ളി പ്ലാൻഡ് ആണ്. ഇത് ഇത് കുഴിച്ചിടുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് എപ്പോഴാണ് മുറിക്കേണ്ടതെന്ന്. ഫുള്ളി പ്ലാൻഡ് ആണ്. ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് സേഫ് ആണോ എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വീടാണ്, ആൾതാമസമില്ലാത്തൊരു വീടാണ്, ഭാർഗവി നിലയം പോലത്തെ. അപ്പോൾ എവിടെ ഇത് കണ്ടോ, ഇവിടെ കുറേ മരങ്ങൾ മുറിച്ചിട്ടത്. ഇതൊക്കെ ഫുള്ളി പ്ലാൻഡ് ആണ്. ഇത് കുഴിച്ചിടുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് എപ്പോഴാണ് മുറിക്കേണ്ടതെന്ന്. ഫുള്ളി പ്ലാൻഡ് ആണിത്. എന്നിട്ട് അതിപ്പം മുറിച്ച് ഇനി ഇതൊന്ന് മുറിച്ചതിന് 2 എണ്ണം അവർ നടും. കാരണം ഇവർ ഭയങ്കരമായിട്ട് പരിസ്ഥിതിനെ കെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് മരം മുറിച്ചിട്ട് കണ്ടിട്ട് മരം മുറിച്ച് കൊണ്ടുവന്നു. മരം മുറിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് 2 മരങ്ങളാണ് വരാൻ പോകുന്നത്. ഈ മരം കൊണ്ടാണ് ഇവരുടെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അടുത്ത് വെക്കാൻ പോകുന്ന മരം എപ്പം മുറിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് വലുതായി വരുന്ന സമയവും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് അവർ മുറിക്കും. ഫുള്ളി ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. ഒന്നും പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിനൊക്കെ ഒരു കറക്റ്റ് ടൈമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റോഡ് പണി ഇന്ന ഡേറ്റിന് തീരും എന്ന് പറഞ്ഞാൽ അന്ന ഡേറ്റിനെ തീരുള്ളൂ. അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. ഫുള്ള് പ്ലാൻഡാണ് എക്സിക്യൂഷൻ. ഒന്നും നമ്മുടെ നാട്ടിലത്തെ മാതിരി ഒരു ഇക്കൊല്ലം തീരുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കൊല്ലം തീരില്ല, അതിൻ്റെ അടുത്ത കൊല്ലം തീർന്നില്ല എന്നൊക്കെ വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടുത്ത കൊല്ലം തീരുന്ന പറഞ്ഞാൽ അടുത്ത കൊല്ലം തീർന്നിരിക്കണം പറഞ്ഞ ഡേറ്റിന്. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്കൂൾ അപ്പോയിൻമെൻറ്റ്, ഞാൻ സ്കൂൾ വിസിറ്റ് ചെയ്യാറുണ്ട്. ആ അപ്പോയിൻമെൻറ്റ് ഇന്ന് പോയി ചോദിച്ചാൽ നാളെ കിട്ടുമെന്നില്ല. അതിനൊരു മാസം മുമ്പ് മെയിൽ അയച്ച് അങ്ങനെ അതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ട്. അതൊക്കെ അതിൻ്റെ ടൈമിനേ നടക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു പരിപാടി ഇങ്ങനെ ജഗമുഖമായിട്ട് നടക്കില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇവിടെ 2 ആളെ കിട്ടിയിട്ടുണ്ട്. എന്നെ ചേസ് ചെയ്ത് നിർത്തിയതാണ്. ഇതാ അവിടെ ഇവര് കാരവൻ സെറ്റപ്പാണ്. യുവർ നെയിം? Roxana. Roxana? Anya. Anna? Nice to meet you. Nice to meet you. And yours? Really Faiz. Faiz. Yeah. Nice setup. You too. What is this? What you written? That's some kind joke that if we like exist in for real, that's when we take something like super like, how to say it? If we really exist, it would be a really nice joke. Okay. It's kind of to like, you know, have kind of sense of humor and just don't take everything too seriously. Just live your life. Nice. You have pet inside? I have a dog, yeah. Oh, nice. That's good for while camping. Oh yes. Pet is good. Yeah. They will take care. Nice. This one? That's it's in Just English. It's in English. no. This drawing something. That's yeah, kind Yes, of she like did it. yeah, I made it. Oh, nice. Nice setup. So happy to meet you. Yeah, nice. You are heading to? Now I live in Norway right now, and Yeah. in 3 weeks I'm gonna ride my horse to Poland. Oh, horse to Poland. Yeah. So yeah, and with my Why friends they are just home? visiting. So like 5th country in this week or something. 5th country in this. 7th country. No. Third during this week I was Hungary. After Okay. that I came to Poland and I Okay. visited her in Norway. And now Oh. we are Sweden, so it's 4. So we are traveling as well. Oh, Like, it's so nice to see somebody else.
traveling through India, Oman, UAE, Saudi, Qatar, Bahrain, Kuwait, Iraq, Iran, Armenia, Georgia, Turkey, Greece, North Macedonia, Serbia, Croatia, Slovenia, Hungary, Slovakia, Austria, Czech Republic, Poland, Germany, Yeah. Denmark, Sweden. Wow. Going to Oslo. And to remember everything. Yeah, I'm recording everything and Uh-huh. documenting. Yeah. So, And from Oslo, where do you go from Oslo? I'm going back to Germany, ferry. Yes. Because this is not in my route. I want to see Scandinavian Yeah, country. it's perfect It's time. really nice people, nice place, perfect time. I'm really enjoying the moment. The spring just started like a week ago. It wasn't the Yeah. When I reach here, the weather is very perfect. Oh yes. I'm so happy in You are Scandinavia. extremely lucky. Before entering Denmark, Turkey was my favorite country. But when I reached Denmark, Denmark is my favorite. Oh yeah, I haven't been there yet, so we have to check it out one day. Wow, nice. And today, is there any camping site or what? Where are you going today? We're gonna go where I live in Oh, you're it's living in like a house. half an hour from Oslo on the south. Oh, kind okay, of. okay. If you want, we can give you lifts, but I guess you're on a bike. Actually, I have to reach next city because it's going to be dark. So. You're gonna stay on some camping or just camp in the forest somewhere? It's usually camping some. Yeah, and it's legal here. You can do it here. Yeah, it's legal. So, Something like this. I But think that's where there's everywhere forest. Maybe some animals will come. you are safe here. Like it's no bears, no wolves or something. No. You can just camp here and be okay. Just Okay. oak. I'll go today maximum. Then I'll stop and sleep. And it's like just Yesterday- about time to look for camp, I think. Yeah, looking for the camping. Suddenly, I got 2 friends. That's why I stopped. How many kilometers did you do today? And today I attended one marriage function. Afghanistan marriage is happening. They invited me, so I went there. I had food. Then before that, I went Swedish family. I went there and danced with them. It was so I spent a lot of time. Yeah. Today almost 100 kilometers. That's still a lot when you are talking with everyone. Can you try to lift it? Just try. Yeah, I guess it's heavy, yeah? I know. Much more stuff than I had. But it was a long trip, so... A lot of like, things. I was thinking I don't need a bags, so it was maybe easier. It wasn't that heavy. But still, so you have the same bike since India? Yeah. This is my second journey. Before Corona, I went India to Singapore. Now India to London. London, June 1st, I'll reach London. Why did you start? Why? 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 I want to make a signature in this world before I leave. Oh, you do. I understand. Because after many years, someone should tell about my name. Oh, that guy went there with bicycles. Oh, yes. That's what I want. That's all. Oh, yes. Yeah, that's always like big inspiration, and it's like you cannot travel alone. You're always just meeting people on the road, and they talk to you and they stop you. And yeah, it's just even when you go alone, you are always just finding friends on the way. Yes, actually, I like solo traveling because full freedom. Where I want to stop, I can stop. Or you can have a great friend who's like matching with you. Yeah, that is very important. Yeah, Otherwise, that journey will be very difficult if it's I not also like same wavelength. It should be very same wavelength, Uh-huh. friends, and then only it will be enjoy. Otherwise, it I will will be. scan. Yeah, you can scan. You can. Thank you so much. Yeah, let's stay in touch, and yeah, we keep our fingers crossed for you. Yeah. Okie Yeah. Thank you. Okie see you. Okay, see you. Bye. Bye bye. നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലത്താണ്. ഇന്നലത്തെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം.
ഏതാണ്ട് കിട്ടൂലേ? ഇവിടെ എവിടെയെങ്കിലാണ് ഞാൻ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാണുന്നില്ലല്ലോ. വീണില്ല, ഭാഗ്യത്തിന് വീണില്ല. ഇവിടെ കുറെ കാരവൻസ് കാണുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം അവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ. അടിപൊളി സ്ഥലം. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെയുള്ള സെറ്റപ്പ് കണ്ടിട്ട് അപ്പുറം പോകേണ്ടി വരുന്നു. നമുക്കൊന്ന് അപ്പുറം പോയേക്കാം. കുറേ നേരമായി ക്യാമ്പ് ചെയ്യാൻ ഒരു സ്ഥലവും നോക്കി നടക്കുന്നു. സ്ഥലം കിട്ടുന്നില്ല. ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം പോലും കാണുന്നില്ല. പിന്നെ ഫുള്ള് കാടാണ്. അപ്പം എനിക്ക് എല്ലായിടത്തും ക്യാമ്പ് ചെയ്യാൻ ഒരു 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 ടെൻഷൻ. ഇപ്പം ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് സേഫ് ആണോ എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വീടാണ്, ആൾതാമസമില്ലാത്തൊരു വീടാണ്, ഭാർഗവി നിലയം പോലത്തെ. അപ്പോൾ എവിടെ ക്യാമ്പ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മരത്തിനോട് ലോക്ക് ചെയ്തിട്ട് അവിടെ ക്യാമ്പ് ചെയ്യണോ, അത് പട്ടിയുടെ കൂടാൻ തോന്നുന്നു. പിന്നെ അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് സേഫ്. വീട്ടിൽ ആളില്ല. ഞാൻ അവിടെ പോയി നോക്കി, ആൾതാമസമില്ലാത്ത വീടാണ്. പിന്നെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം ഒന്ന് വെഡാണ്. പക്ഷെ ഇവിടെ സൈക്കിള് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഭാർഗവി നിലയം പോലെ ഉണ്ട്. രാത്രി എനിക്ക് പേടിയാവില്ലേക്ക്. വെളിച്ചോ പുറത്ത് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇത് സൈക്കിൾ ഇവിടെ ലോക്ക് ചെയ്യാം. ഇവിടെ ക്യാമ്പ് ചെയ്യാം. ഇവിടെ ആകുമ്പം വലിയ ഏജന്തുക്കളുടെ, അവിടെയൊക്കെ ആകുമ്പം ഏജന്തുക്കളെ നല്ലോണം പേടിക്കണം. ഇവിടെ ആകുമ്പം വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ആക്കാം. ഈ ഏരിയയിൽ ക്യാമ്പ് ചെയ്യാം. അവിടെ സൈക്കിൾ ലോക്ക് ചെയ്യാം. രാവിലെ എണീറ്റ് വിടുക. ഒരു സ്ഥലമില്ല. ഞാൻ എത്ര നേരമായി നോക്കുന്നതെന്ന് അറിയോ? സമയം 9:10 വെളിച്ചം കണ്ടോ? സൂര്യൻ ഇതാ ഇപ്പോഴും ആകാശത്ത് തന്നെ ഉണ്ട്, പോയിട്ടില്ല. അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത് സമയം 9:30 ആയിട്ടുണ്ട്. ഇന്ന് നോർവേയിലേക്ക് കയറും. എൻ്റെ 32ാമത്തെ രാജ്യമായിട്ടുള്ള നോർവേയിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ വേണം. ഇനിയും 5-6 രാജ്യങ്ങളുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം. ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇനിയും രാജ്യങ്ങളൊക്കെ കയറി ഇറങ്ങാം. അപ്പം മറക്കാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെയുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്തോളൂ. എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പുതിയ വീഡിയോ വന്നു കഴിഞ്ഞാലുള്ള നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ മസ്റ്റായിട്ട് എനേബിൾ. സ്റ്റേ ഇവിടെ ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. ഭാർഗവി നിലയം പോലത്തെ ഒരു സ്റ്റേ ആയിരുന്നു. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വല്ല പ്രേതം വന്നാലോ എന്നൊക്കെ. ഇല്ലല്ല, അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഉഷാറായിട്ട് ഉറങ്ങി. പിന്നെന്താ, ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പാക്ക് ചെയ്യട്ടെ. കുറേ നേരമായി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നു. ഏകദേശം 9 മണിയായി. ഇനിയെങ്കിലും ഇറങ്ങിയില്ലെങ്കിലേ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തില്ല. നാളെ ഓസ്ലോ. ഓക്കെ, അപ്പോൾ പുറപ്പെട്ടാലോ. ഇതാണ് സ്ഥലം. ഇന്നലെ വൈകിട്ട് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു വലിയൊരു തടാകം പോലത്തെ ഒരു സംഭവമുണ്ട്.
ഞാൻ അതിൻ്റെ ചുറ്റും നോക്കി, കുറേ കാട് പിടിച്ച് പുല്ല്, ഇതൊക്കെ കാടാ, കാണുന്നൊക്കെ കാടാണ്. അതിനിടയ്ക്കൊരു വീട്, കാടായതുകൊണ്ടുള്ളൊരു ചെറിയൊരു ടെൻഷൻ, ഇത്രയുള്ളൂ. എന്തായാലും നല്ലൊരു സ്ഥലം കിട്ടി, ആളില്ലാത്തൊരു വീട്. അതിൻ്റെ കോമ്പൗണ്ട് കയറി ടെൻ്റ് അടിച്ചു. ആളില്ല, അതുകൊണ്ട് ആരോടും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പാക്കിങ് തുടങ്ങട്ടെ. ഓക്കെ, ബാക്കി നമുക്ക് യാത്രയിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാം പാക്ക് ചെയ്തു, സൈക്കിളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വിടാം. ഇങ്ങനെ ഒരാൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് എന്നുള്ളതിന് ഒരു തെളിവും ബാക്കി വെക്കാത്ത രീതിയിലാണ് ക്ലീൻ ചെയ്തിട്ട്. ഒരു സാധനം, വേസ്റ്റ് സാധനം ഒന്നും ഇവിടെ കാണാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ സാധാരണ ക്യാമ്പ് ചെയ്യാറ്. എല്ലാവരും ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം ഫുൾ ക്ലീൻ ആക്കിയിട്ട്, നമ്മൾ വരുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ആക്കിയിട്ട് വേണം അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, അത് ക്ലീൻ ആക്കിയിട്ടേ ഞാൻ പോകാറുള്ളൂ. ഒരു കഷ്ണം പേപ്പർ ആണെങ്കിൽ പോലും അത് ഞാൻ എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. അതല്ലാതെ നമ്മൾ നാശാക്കി പോയിട്ടുണ്ടെങ്കിലാണ് നമ്മളെപ്പറ്റി അവർക്ക് കംപ്ലൈൻസുകൾ ഉണ്ടാവും. അപ്പം നമ്മളെപ്പോഴും സ്ഥലം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. കച്ചറയൊന്നും ഇട്ടേച്ച് പോകരുത്. ഞാനിപ്പോൾ വരുമ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെ ഉണ്ട്, ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മളിതാ നോർവേയിലേക്ക് കയറാൻ പോവാണ്. ഒരു 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നോർവേ. ഓക്കെ.